വണ്ടി കൊണ്ടുപോയിട്ട് പെട്രോൾ പൈസ പോലും തന്നില്ല. ഞാൻ പ്രേതത്തിലൂടെ സമ്പാദിച്ച് എത്ര സന്തോഷമായിട്ട് ജീവിച്ചതാ. സിനിമ എടുക്കുന്ന ഡയറക്ടർമാരെക്കാളും ഉണ്ടല്ലോ പ്രേതത്തെ വെച്ച് കൂടുതൽ സമ്പാദിച്ച് ഞങ്ങളുടെ മാസം അതറിയാലോ. മിണ്ടാതിരിക്കടാ. ഓ, എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഒറ്റ ചവിട്ടിന്. എന്തിനാ ഇത്ര ടെൻഷൻ? എന്തിനാ ടെൻഷനോ? കള്ളവും ചതി ഞാൻ ചെയ്തിട്ടുണ്ട്. ആളെ കൊല്ലുന്ന ആലോചിച്ചിട്ട് പോലുമില്ല. കൊന്നുന്നോ? അതെപ്പോഴാ നടന്നത്? ഞാനൊരു മനുഷ്യനായിരുന്നെങ്കിൽ ആ ബസ്സുകാരനെ ഇടിച്ചു തെറിപ്പിച്ച് പോയാനിപ്പോ. നീ ചാടുമെന്ന് അവനെങ്ങനെ അറിയാടാ? അതുപോലെ തന്നെയാണ് അവൻ എന്റെ മുന്നിൽ വന്ന് വീഴുമെന്ന് എനിക്കെങ്ങനെ അറിയാം? ഇറ്റ്സ് ആൻ ആക്സിഡന്റ്. നമ്മളിവിടെ വന്നിരിക്കുന്നതേ വഴക്കുണ്ടാക്കാനല്ല, കോടീശ്വരനാകാൻ വേണ്ടിയാ. കോടീശ്വരനോ? നീ എന്നെ വെറുതെ ചൂട് പിടിപ്പിക്കല്ലേ. 75 കോടി എന്ന് പറഞ്ഞിട്ടും 5 പൈസ പോലും കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ എന്നെ കബളിപ്പിച്ച് എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയനല്ലേ. എന്റെ ദൈവമേ മാസേ, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. ഐ ആം വാച്ചിങ് യു. നീ ഏത് പ്ലാൻ വെച്ചാണ് എന്നെ കബളിപ്പിക്കാമെന്ന് വിചാരിച്ചത്? അതെന്റെ തെറ്റ് തന്നെയാ. എവിടെയാണെങ്കിലും അത് നമ്മൾ തന്നെ അടിച്ചു മാറ്റണം. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്നെ കബളിപ്പിക്കാൻ പോകണമെന്ന് അറിഞ്ഞിട്ടും എന്തിനാ നീ പണിക്ക് കൂട്ടിക്കൊണ്ട് വന്നേ? അപ്പൊ മോട്ടിവേഷൻ പണം കൊള്ളയടിക്കുന്നതല്ല അല്ലേ? മാസ്, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കും. എന്റെ 75 കോടി ആ കാശ് എന്റെ കാശാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നാടക കളിച്ച് ചെമ്പിക്കരക്ക് കൂട്ടിക്കൊണ്ട് പോയതാ. ഓട്ടട മാസേ, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. അവിടെ നമ്മുടെ പ്രേതങ്ങളുണ്ടല്ലോ, അത് വെച്ച് കാശ് കുറെ ഉണ്ടാക്കിയിട്ട് അമേരിക്ക, ലണ്ടൻ, പാരീസ്, ജപ്പാൻ അങ്ങനെയൊക്കെ പോവാം. അല്ല, കാർ ഓവർ ഹീറ്റ് ആയാലോ? ഞാൻ പറയുന്നു മനസ്സിലാക്ക്. ഇനി നിന്റെ നുണയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക്. നല്ലോണം പ്ലാൻ ചെയ്ത് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ കൊണ്ട് കൊലപാതകം ചെയ്യിച്ചില്ലേ? ആവശ്യമില്ലാത്ത കാര്യം പറയാനായിട്ട് പോയി ദൈവം. ഇനി എന്റെ മുഖത്ത് നോക്കി പോകരുത്. വേഗം പോവിടുന്ന. എനിക്കല്ലേ കുഴപ്പങ്ങളെല്ലാം. നിങ്ങളോട് ആരും ഒന്ന് ചോദിക്കാനാ? നിനക്കല്ലേ ആരാ ഉള്ളത്? എന്താ അച്ഛാ ഞാൻ എപ്പോ ചോദിച്ചാലും നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയുന്നേ? അനു നല്ല ആന്റിയാ അച്ഛാ. എന്ത് രസമായിട്ട് മാജിക് ചെയ്യുമെന്നറിയാമോ? മാജിക് ചെയ്യുന്ന അമ്മയെ ആർക്കെങ്കിലും കിട്ടുവോ അച്ഛാ? അച്ഛാ, നമുക്ക് ആ ആന്റിയെ വീട്ടിൽ കൊണ്ടുപോകാം പ്ലീസ് അച്ഛാ. ശരി, വീട്ടിൽ പോയി നമുക്ക് സംസാരിക്കാം. പോ അച്ഛാ. ആ ആന്റിയെ വീട്ടിൽ കൊണ്ടുവന്നാലേ ഞാൻ അച്ഛൻ്റെ അടുത്ത് മിണ്ടു, മനസ്സിലായോ? അമ്മ ഭഗവാന്റെ അടുത്ത് പോയിരിക്കുമല്ലേ, അമ്മയോട് ചോദിച്ചിട്ട് പറയാം. അച്ഛൻ നോണ പറയാതെ. അമ്മ എന്തെങ്കിലും അച്ഛന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? എന്നോടല്ലേ അച്ഛൻ സംസാരിക്കാറുള്ളത്. കണ്ടോ ഞാൻ സംസാരിച്ചിട്ട് വരുന്നത്? അമ്മേ, അമ്മേ. ഓക്കേ 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 അമ്മ. താങ്ക് യു അമ്മേ. ബൈ. അച്ഛാ, അമ്മയ്ക്ക് ആ ആന്റിയെ ഇഷ്ടമാണെന്ന്. ആന്റിയെ തന്നെ കല്യാണം കഴിക്കണോന്ന് പറഞ്ഞു. അതെ അച്ഛാ. എന്റെ മേഘമോൾക്ക് എന്ത് പറ്റി? താഴെ ഇവിടെ അച്ഛാ. ശക്തി, അനുവിന് എന്താണ് ഒരു കുഴപ്പം? അവര് രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അനുവിനെ പോലെ ഒരു അമ്മ മേഘയ്ക്ക് ഒരിക്കലും കിട്ടത്തില്ല. മേഘ, ഇങ്ങോട്ട് നോക്കുമോളെ. മുത്തേ, നോക്ക്, നിനക്ക് അവളെ ഇഷ്ടമാണോ? അച്ഛാ, എനിക്ക് ആന്റിയെ ഒരുപാട് ഇഷ്ടമാ. എന്താണ് ഇത്? എന്റെ മകൾ മേഘയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അച്ഛന് ഇഷ്ടമാണ്. ആന്റി, അച്ഛൻ ഓക്കേ എന്ന് പറഞ്ഞു. മോളെ, എവിടെ? Everyone gathered here. Thanks to Mr. Kodandaram Reddy, the Honorable Minister from India, for attending FAIM. And a special thanks to his friend and allied businessman, Mr. Radhakrishnan, for his investment in Tanzania. FAIM 2015 officially begins with a speech from Mr. Reddy. Please. Thank you. It gives me a great pleasure to be a part of this for investment meeting 2015. ഞാൻ മീറ്റിംഗില, പിന്നെ വിളിച്ചാൽ മതി. എപ്പോഴായിരുന്നു? ഒരു നിമിഷം. Sorry. And I would like to bring in. എടാ, നീ എന്തീ പറയുന്നേ? അതെ ചേട്ടാ, ഇന്നലെ ആക്സിഡന്റിൽ പെട്ടാ മരിച്ചുപോയത്. ഫാക്ടറി വെച്ച് തന്നെ. അപകട മരണമാണോ കൊലപാതകമാണോ എന്ന് അറിയില്ല സാറേ. തൊഴിലാളികളോടൊക്കെ അന്വേഷിച്ചു നോക്കി, ഒരുത്തരും ഒരു കംപ്ലൈന്റും പറയുന്നില്ല. എന്നാൽ പാറമടയിൽ ആന്റണി ഉപയോഗിച്ചിരുന്ന കാറ് ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്തി സാർ. ഇവിടെ ഒരു കാർ ആന്റണി ഇടിച്ചിട്ട് മാഞ്ഞുപോയി. ആന്റണിയുടെ കാറോ ഡാമിന്റെ കരയിൽ മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. സോ ഇറ്റ്സ് എ പ്ലാൻഡ് മാരർ. സ്കെച്ച് വെച്ച് പൊക്കിയിരിക്കുന്നു.
ചെയ്തത് ഒരാളാണോ അതോ ഒരു കൂട്ടമോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അങ്ങനെ എന്താണ് ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ ലോക്കറിൽ ഡോക്യുമെന്റ്സും പണമൊന്നും കാണുന്നില്ലെന്നാ പറയുന്നേ. നിങ്ങളെന്താ കളിക്കുക? എങ്ങനെ പോയത്? ഡോക്യുമെന്റ്സ് എല്ലാം വെറും പേപ്പറാണെന്ന് വിചാരിച്ചോ നീ? 25 വർഷം കൊണ്ട് മിനിസ്റ്റർ എങ്ങനെയൊക്കെ സമ്പാദിച്ച പണമെന്നറിയോ? ആ പണം ഏത് കണ്ടെയ്നറിലാണ് ഉള്ളത്, ആ കണ്ടെയ്നർ ഏത് കപ്പലിലാണ് ഉള്ളത്, ആ കപ്പൽ ഏത് കടലിലാണ് ഉള്ളത്, അതെപ്പോ ഇന്ത്യൻ തീരത്ത് വരും എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ആ പേപ്പേഴ്സിലുള്ളത്. സെമ്പിക്കര വന്ന് ഇങ്ങനെ മോഷണം നടത്താൻ ആർക്കടെ ധൈര്യം ഉണ്ടായത്? ഈ നാട്ടുകാരൻ ചെയ്തതായിട്ട് തോന്നുന്നു. തീർച്ചയായും അല്ല അല്ലേ? യെസ്. താങ്ക്സ് ഡാ. നിന്റെ ഈ ചിരി കേസിന്റെ അവസാനം വരെ കാണുക. ഇത്രയും വലിയ ലോക്കർ അകത്ത് എന്തായിരിക്കും ഉണ്ടായിരുന്നത്? മുഴുവനും ബ്ലാക്ക് മണി ആയിരുന്നടാ. കസ്റ്റംസുകാർക്കോ ഹാർബറുകാർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ ഈ ഫോറിൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും എല്ലാ പൈസയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ മോഷ്ടിച്ചവനെ പിടിക്കാം. സാർ, ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെയുള്ള CC ക്യാമറ നോക്കിയാ പോരെ? അവനെന്താ സോഫ്റ്റ്വെയർ കമ്പനിയാണ് നടത്തുന്നത്? ചെയ്യുന്നതെല്ലാം ഫ്രോഡ്. ഇതിന് സാക്ഷിക്കാരൻ വെച്ചിട്ടുണ്ടോ? ഈ ഫാക്ടറിയില് CCTV ഇല്ല. അതുകൊണ്ടാണ് ഈ ക്യാമറ ഞാൻ വെച്ചത്. സാർ എപ്പോഴേ ക്യാമറ ഇവിടെ വെച്ച്? തൂന്ന് ചോയിങ്ങൻ തൊപ്പി ഇങ്ങനെ വെച്ചു, നന്നായി ഒട്ടിച്ച്. ഡൗട്ട് ക്ലിയർ? ഇതിലെങ്കിലും ആന്റണി കുടുങ്ങും. വലുതായി കറക്കാവെന്ന് വിചാരിച്ച ഇനി ഏത് തെണ്ടിയാ വന്ന് കൊടുങ്ങുന്നെന്ന് അറിയില്ല. ആ ആന്റണിയെ കൊന്ന ഭാഷ, മാണിക് ഭാഷ ആരാണെന്ന് ഇതിനുള്ളിലും ചിലപ്പോ കാണും. ആരാ ഫോണില്? അത് നമ്മുടെ മണി വിളിച്ചതാ. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നമ്മുടെ പണം ഏത് സ്റ്റേജിലാ? എന്നെ വിശ്വസിച്ചല്ലേ ഏൽപ്പിച്ചത്. എല്ലാം ഭദ്രമായിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ബിസിനസ് നന്നായിട്ട് ചെയ്ത് അത് മാത്രം നോക്കിയാൽ മതി. പണത്തിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, അതെന്റെ ഉത്തരവാദിത്വം. അതല്ല ആർക്ക്, ഇലക്ഷന് മുമ്പ് ഈ പണം ഡൽഹിയിൽ എത്തണം. എന്താന്ന് വെച്ചാൽ ഇത് വൈറ്റ് ആക്കണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞു പോയാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞ നേരത്തെ അവിടെ എത്തിയിരിക്കും. Where is the next mate? At Secretariat. ബാക്ക്, ഓക്കെ. ലിറ്റിൽ ബാക്ക്. ഹലോ സർ. ബാക്ക് എന്ന് പറഞ്ഞാൽ റീവെന്റ് എന്നർത്ഥം. സോറി സർ. സൂമിൻ. ഇവൻ ആരോടാ തനിച്ച് സംസാരിക്കുന്നത്? ഇവൻ ആന്റണിയുടെ ആളുമല്ല, സെന്തിക്കരയുമല്ല. പക്ഷെ ആന്റണി മരിച്ച അന്ന് ഇവൻ എന്തിനാ അവന്റെ ഗോഡവണി പോയത്? സാർ, നമ്മുടെ സ്റ്റേഷന്റെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഈ ഫോട്ടോ മാച്ചാണ് സാർ. അവന്റെ പേര് മാസെന്നാണ്. കൊച്ചി, കോട്ടയം, കുമളി എന്നീ സ്റ്റേഷനിലെല്ലാം ഇവന്റെ പേരുണ്ട്. അവൻ ഭയങ്കരനാ. പക്ഷെ കുറച്ച് നാളായിട്ട് അവൻ സൈലന്റ് ആയിട്ടിരിക്കുക. ഇതുപോലത്തെ ആൾക്കാർ സൈലന്റ് ആകണമെങ്കിൽ വലുതായി എന്തോ പ്ലാൻ ചെയ്തെന്നർത്ഥം. നമ്മുടെ FIR സംബന്ധിച്ച് ഇത് ആക്സിഡന്റ് ആയിരിക്കട്ടെ. ഓക്കെ സാർ. അത് അവര് പറയണം. ശരി, ഇങ്ങനൊരാൾ ഈ കേസിൽ ഇൻവോൾവ് ആയത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്. ഇവൻ ആരാണ്? ഇപ്പൊ ഇവൻ എവിടെയുണ്ട്? ഇവന്റെ പുറകിൽ ആരൊക്കെയുണ്ട്? ഇവനും ആന്റണിയും തമ്മിൽ എന്താണ് ബന്ധം? ഇതെല്ലാം കണ്ടുപിടിച്ചേ പറ്റൂ. Guys, we are all educated people. We should understand their situation. Yes, we all educated people. You should understand our situation. അദ്ദേഹം സന്തോഷമായിരുന്നാലല്ലേ നമ്മളെ സഹായിക്കൂ. അതല്ലേ സന്തോഷമാണെന്ന് ആദ്യം പറഞ്ഞു. ഇദ്ദേഹത്തെ നോക്കൂ, എത്രമാത്രം സന്തോഷവാനാണെന്ന്. എന്തെന്നാൽ മാസാറിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഇദ്ദേഹം നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഹാപ്പിയാ. എന്താടാ പ്രശ്നം? പിന്നെ അല്ല ബോസ്, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വരൂ. ഞാൻ ഇവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഒന്നും മിണ്ടാതിരിക്കെ, വെറുതെ ഓവർ ആക്ടിങ് ചെയ്ത്. ഞാനോ? മാസേ, പ്രശ്നം എന്താന്ന് വെച്ചാ ഇവരിനി ഒരു വീട്ടിലും പോയി ആരും പീഡിപ്പിക്കില്ലെന്ന് എല്ലാരും ചേർന്ന് സമരമാ. അതെന്തിനാ? യെസ്, സ്ട്രൈക്ക്, ദേഷ്യത്തോടുള്ള പോരാട്ടം. ഇനി നീ എന്ത് പറഞ്ഞാലും ഞാനൊന്നും ചെയ്യില്ല. ചെയ്യണ്ട. ഒന്ന് വിട്ടുപിടിച്ചാ നീ എല്ലാം കൂടി ആത്മാക്കളുടെ യൂണിയൻ ഉണ്ടാക്കുമല്ലോ. ഞാനാണ് നിങ്ങളെ തേടി വന്നേ. നീയൊക്കെയല്ലേ എന്നെ തേടി വന്നേ. എടാ ചേട്ടേ, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആദ്യം ഇവനെ കടിച്ച് ദൂരെ കളയാൻ നോക്ക്. നാളെ തൊട്ട് നമുക്ക് പുതിയ ആത്മാക്കളെ കൊണ്ടുവരാം. നമുക്ക് പുതിയൊരു ജോലിയും തുടങ്ങാം. നമ്മൾ പറയുന്ന കേൾക്കാത്ത ഒരു നാറുകളെ നമുക്ക് വേണ്ട. എല്ലാത്തിനും വലിച്ച് പുറത്തിടാം. പറഞ്ഞത് കേട്ടല്ലോ. ഇനി എന്തിനാ നിൽക്കുന്നേ? ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസിക്കുന്ന പ്രേതങ്ങൾ മാത്രം ഇവിടെ നിന്നാ മതി. ബാക്കി എല്ലാരും. ഹലോ ബ്രദറേ, ഇവിടെ നിക്കണോ പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളൊന്നുമല്ല പറയേണ്ടത്. അയാള് പറയണം. അയാള് എടാ, നിന്നോട് എന്റെ മുന്നിൽ വരരുന്നല്ലേ പറഞ്ഞേ? പിന്നെ തന്നെ കെട്ടിയെടുത്തേ. ഹലോ, അയാള് വന്നതല്ല, ഞങ്ങള് വരുത്തിയതാ. ആരോരുമില്ലാത്ത അനാഥകളെ സംരക്ഷിക്കുവാൻ ആ സർവേശ്വരൻ മുകളിലുണ്ട്. ആരോരുമില്ലാത്ത ആത്മാക്കളെ സംരക്ഷിക്കുവാൻ ഈ ശക്തി മാത്രമേ ഉള്ളൂ. എന്റെ അമ്മേ, കാര്യങ്ങളൊക്കെ നന്നായിട്ടല്ലേ പോയത്. പിന്നെ ഇതിന്റെ ഡയലോഗ് പറയുന്നേ? മോനെ, ഇവര് പറയുന്നതൊക്കെ സത്യവാ. ഇവര് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് സഹായം എന്ന് ചോദിച്ചാ പുറത്തു പോവാൻ പറയുവോ? അതെ അനിയ, ഈ അക്രമത്തെ അന്യായത്തെ നീ വേണം എതിർക്കാൻ. അയ്യോ, നല്ല വേദാന്തൊക്കെയാണല്ലേ കഷണ്ടി പറയുന്നത്. പോണെങ്കിൽ ഇറങ്ങി പോകാൻ നോക്ക്. അല്ല, പോവാണോ? എടാ മാസേ, എന്താ ഇപ്പോഴല്ലേ സമ്പാദിക്കാൻ തുടങ്ങിയത്?
ഇനി പുതിയ പ്രേതത്തെ പിടിച്ച് അതിന് ട്രെയിനിങ് എല്ലാം കൊടുത്ത് അതൊന്നും ശരിയാവത്തില്ല മാസേ. ഇതിന്റെ ഇടയ്ക്ക് അവന് വേണ്ടി നമ്മളൊരു കൊലയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക് മാസേ, വെറുതെ എന്തിനാ? എല്ലാരും അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? പുതിയ ഒരുത്തം വന്നങ്ങ് വിളിച്ചാ ഇറങ്ങി പോവല്ലേ? ഏയ് ചിന്ന, എടാ കറുമ്പ, നമ്മുടെ ബന്ധം പെട്ടെന്ന് തകരുന്നതാണോ? എന്റെ കുടുംബമാണല്ലോ എന്നാ ഞാൻ കരുതിയത്. എടാ ശ്രീകുമാറേ, നമ്മൾ അങ്ങനെയൊക്കെയാണോ ജീവിച്ചത്? അവന്റെ കൂടെ പോയി നീയൊക്കെ എന്ത് ചെയ്യും? അറിയില്ല ബോസ്. അവസാന സഹായത്തിന് ഞാൻ മാത്രമേ ഉണ്ടാവൂ. ശരി പോട്ടെ മാസേ. ഇവൻ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? എന്നെ ഒരു കൊലകാരനാക്കി. പ്ലാൻ ചെയ്താണ് ആ കൃത്യം എന്നെ കൊണ്ട് ജയിച്ചത്. ഏയ് എന്നോടാ. അതായത് ഞാൻ നിങ്ങളെ ആരെയും സഹായിക്കാതെ കബളിപ്പിക്കുന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ലേ സത്യം? ഇങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നോക്കടാ, ആർക്കൊക്കെ എന്താ വേണ്ടേ എന്നോട് പറ. അതാണ് എന്റെ ആദ്യത്തെ ജോലി. ആരാദ്യം വരുന്നത്? പത്മ, കമോൺ. ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? നീ ചെല്ല്. അവൻ പോകാൻ പറ. അവനോട് എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ വാ ചേച്ചി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെന്റെ മകനെ കാണണം. You Angelina Jolie? No. Oh, sorry. You Amy Jackson? Yes, you. Again, mistake. Please, one more time. Please. Yeah, okay. Let me kiss him first this time. എൻ്റെ അമ്മേ, ചത്തതിനു ശേഷം നല്ല ജീവിതം എൻജോയ് ചെയ്യടാ മോനെ. ഗേൾസ് റെഡി? I'm waiting. നമ്മുടെ ഏരിയയിൽ പുതിയൊരു സൗത്ത് ഇന്ത്യൻ ലേഡിയോ? വാവ്. സിസ്റ്ററെ ഒരു മിനിറ്റ്, മനസ്സിലായെന്നെ? ഇവിടെ ആദ്യമായിട്ടാ? കമാൺ എന്നോട് പറയൂ. അയ്യോ അല്ല. ഹൂ ഇസ് ദിസ് ഫെലോ? ഇയാളാണ് മാസ്. മാസ്? ഓ മൈ ഗാഡ്, നിന്നെ കാണണമെന്ന് ഞാനൊന്ന് വിചാരിച്ചതാ. നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അമേരിക്ക, കാനഡ, കേരളം എന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. നീ നിക്ക്, ഞാൻ അവരെ വിളിക്കാം. ഏഞ്ചലീന, എമി ജാക്സൺ. ഒന്ന് മിണ്ടാതിരിക്കെ. ഇപ്പൊ തന്നെ കുറെ പേര് ക്യൂവിലുണ്ട്. അടുത്ത കേസിൽ ഇനി പാർട്ട് 2 ഒന്ന് മിണ്ടായിരടാ. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഇവരുടെ മോനെ കാണുന്നില്ല. ഓ മൈ ഗാഡ്. പേര് ഗണേശൻ, ചെറിയ കുട്ടിയാ. വീട് ഇവിടം കണ്ടാന്നാ പറഞ്ഞത്. നിങ്ങൾക്കറിയോ? ആർ യു മാരീഡ് ബേബി? ഓ എല്ലാം കഴിഞ്ഞു. ഓ നോ. ഗണേശിനെ അറിയോ ഇല്ലയോ? ഗണേശോ? ഗണേഷ് എനിക്കിവിടെ അറിയാവുന്നത് എന്റെ അസിസ്റ്റന്റ് കൃഷ്ണമൂർത്തി മാത്രമേ ഉള്ളൂ. കുട്ടികളെയും വൃദ്ധന്മാരെയും വെച്ച് കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ ഗണേഷ് അവിടെ ഉണ്ടാവും. ഫോളോ ബാക്ക്, കമാൺ. അന്ന് എന്ത് മനോഹരായിരുന്നറിയോ? ഇപ്പോഴത്തെ ഒരു കോലം കണ്ടില്ലേ? എല്ലാരും എഴുന്നേറ്റെ. ചേട്ടാ വിശക്കുന്നു ചേട്ടാ. എവിടെയെങ്കിലും പോയി പിച്ച എടുത്ത് കഴിക്കാൻ നോക്ക. ചെല്ലേ. അതാ മസ്, നീ പറഞ്ഞ ഗണേഷ് അതാ. എന്നിട്ട് പോകാൻ. ഇവനോ? കഴിക്ക്. എന്താ ഈ കയ്യിൽ എന്ത് പറ്റി? ഇന്നലെ റോഡ് സൈഡിലെ സ്ലാബില്ലാത്ത ഓടയ്ക്കകത്ത് കാല് തെറ്റി വീണതാ ഞാൻ. ചേട്ടാ വിശക്കുന്നു ചേട്ടാ, ഞാൻ കഴിച്ചോട്ടെ? കഴിക്ക്. കണ്ണിനോ കാഴ്ചയില്ല. ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവന്റെ അച്ഛൻ എന്തേ? ഇവൻ ജനിച്ചു വളർന്ന ചെറുപ്പത്തിൽ എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് എന്റെ കാഴ്ചശക്തി പോയതുകൊണ്ട് എന്റെ അച്ഛൻ എന്നെയും എന്റെ അമ്മയെയും ഉപേക്ഷിച്ച് എവിടെയോ പോയി. എന്റെ മോൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ. ഒന്ന് ചുമ്മാരി. ഓരോ കാരണങ്ങളും. നിങ്ങളുടെ സന്തോഷത്തിന് ഒരു കൊച്ചിന്റെ ജീവൻ. എന്താ എന്താ ചേട്ടാ? ഒന്നുമില്ല. ഫോൺ. അനാഥനായവന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയോ? ഞാനും ഇവനെ പോലെ വളർന്നു. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എന്റെ പ്രായത്തിലുള്ളവർ ദൂരേക്ക് വലിച്ചെറിയുന്ന എച്ചിലായിരുന്നു എന്റെ ആഹാരം. ഞാനും ഈ ജെറ്റും എവിടെങ്കിലും കിടന്നുറങ്ങും. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും എന്നൊക്കെ സംസാരിക്കും. കൂടെ ഇരിക്കായിരുന്നല്ലോ. കണ്ടില്ലേ വിശപ്പ്, തെണ്ടുക. എന്തിനായിരുന്നു ധൃതി? എന്തിനാ ചത്തൊടുങ്ങിയത്?